പലപ്പോഴും നമ്മളെ ആൾക്കാർ ഒ പിയിൽ വന്ന് കാണാറുണ്ട്. എനിക്കൊരു ആംഗിൾ സ്പ്രെയിൻ ഉണ്ടായി, അതിനുശേഷം എനിക്ക് പഴയ പോലെ കളിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഴയ പോലെ ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, പഴയ പോലെ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, ഓടാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ എപ്പോഴും പെയിൻ ഇല്ല, ചെറിയൊരു പെയിനേ ഉള്ളൂ. പക്ഷെ സ്പോർട്സ് എന്തെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിവിയർ പെയിൻ ആണ്. ഇങ്ങനെ പലപ്പോഴും നമ്മളെ ആൾക്കാർ വന്ന് കാണാറുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു ഉണ്ണിത്താൻ. ഞാൻ PRS ഹോസ്പിറ്റലിൽ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇവർ നമ്മളിങ്ങനെ വന്ന് കാണുന്നത് നമുക്ക് നോക്കാം. പലപ്പോഴും ആംഗിൾ സ്പ്രെയിൻ വരുമ്പോൾ നമ്മൾ റെസ്റ്റ് കൊടുക്കും, ഐസ് കൊടുക്കും, കുറച്ച് മരുന്ന് കൊടുക്കും, ബാൻഡേജ് കൊടുക്കും, ചിലപ്പോൾ പ്ലാസ്റ്റർ ഇടും, ചിലപ്പോൾ ബൂട്ട് ഇടും, ചെറിയ പീരീഡ് ഓഫ് റെസ്റ്റ് കൊടുക്കും, എന്നിട്ട് അത് മാറും. ഇൻ കേസ് ഇത് ഡിലേ വന്നാൽ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യും. അപ്പോൾ നമ്മൾ എക്സ്റേയിൽ ചിലപ്പോൾ ഒന്നും കാണത്തില്ല, ഫ്രാക്ചർ കാണത്തില്ല, വേറെ ഇഞ്ചുറീസ് ഒന്നും കാണില്ല. പക്ഷെ എന്നാൽ അവർക്ക് പെയിൻ ഉണ്ടാകും, നീരുണ്ടാകും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തിനെക്കാട്ടി കൂടുതൽ സമയം ഹീൽ ചെയ്യാൻ എടുക്കും. അപ്പോൾ നമ്മളൊരു 2-3 വീക്സ് ഒക്കെ ചെയ്തു, കാൽ എക്സാമിൻ ചെയ്തു, ലിഗമെന്റ് ഒക്കെ സ്ട്രോങ് ആണ്, അപ്പോൾ നമ്മൾ അവരെ ഫിസിയോതെറാപ്പിക്ക് വിടും. എന്നിട്ടും ചിലപ്പോൾ ഈ വേദന മാറില്ല. അപ്പോഴാണ് നമ്മൾ സ്കാൻ എടുത്ത് നോക്കുന്നത്. അപ്പോഴായിരിക്കും ചിലപ്പോൾ ചെറിയ ഓസ്റ്റിയോകോൺട്രൽ ഇഞ്ചുറി, അതായത് കാർട്ടിലേജ് ഇഞ്ചുറീസ് ചിലപ്പം കാണാം. പലപ്പോഴും ടാലസ് എന്ന് പറഞ്ഞ ബോണിലായിരിക്കും ഇത് കാണുന്നത്. ഇനി അത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? ചെറിയ ഇഞ്ചുറിയാണ്, വലിയൊരു ഫ്രാക്ചർ ഇല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റർ ഇമ്മൊബിലൈസേഷനിലൂടെ ഒരു പക്ഷേ ഇത് ഹീൽ ചെയ്യാം. പക്ഷെ പലപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ അതൊരു വലിയ ഇഞ്ചുറി ആയിരിക്കാം. അതിൻ്റെ ഏത് ലൊക്കേഷനാണ്, എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, എത്ര കാലമായി ഇഞ്ചുറി വന്നിട്ട്, എത്ര ഏരിയ ഇൻവോൾവ് ആയിട്ടുണ്ട്, ഡെപ്ത് എത്രയുണ്ട്, ഇങ്ങനെയൊക്കെ അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അത് MRI വിത്ത് CT കട്ട്സിലൂടെയാണ് നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റുന്നത്. ഞാൻ ഈ പറഞ്ഞ വേരിയബിൾസ് വെച്ച് സൈസ്, ക്രോണിസിറ്റി ആൻഡ് ലൊക്കേഷൻ അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ്. പണ്ട് നമ്മളിതെല്ലാം ഓപ്പൺ സർജിക്കലി ട്രീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം എല്ലാം ഒരുവിധം ഡാമേജസ് നമുക്ക് കീ ഹോളായിട്ട് ചെയ്യാൻ പറ്റും. റീസെൻ്റ്ലി വരെ നമുക്ക് ഈ കാർട്ടിലേജ് ഡാമേജ് ഉണ്ടായാൽ നമുക്ക് മറ്റു ഓപ്ഷൻസ് ഒന്നുമില്ല. അൾട്ടിമേറ്റ്ലി തേയ്മാനം വരും. അങ്ങനെ അത് കൊണ്ട് ആക്ടിവിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുക. പിന്നെ തേയ്മാനം വരുമ്പം തേയ്മാനത്തിന് ട്രീറ്റ്മെൻറ്റാണ്. അതായത് പെയിൻ, റെസ്റ്റ്, ബ്രേസസ്, അതും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ആംഗിൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റോ ജോയിൻറ്റ് ഫ്യൂഷൻ സർജറീസോ ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കൂടുകയും സയൻസിൻ്റെ അഡ്വാൻസ്മെൻറ്റ് കൂടുകയും റീജനറേറ്റീവ് ഓർത്തോപീഡിക്സ് എന്ന് പറഞ്ഞൊരു മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നമുക്ക് ഈ ഡാമേജ് ആയ ടിഷ്യൂ റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പം നമ്മൾ അവിടുത്തെ സെൽസിന് പകരം ടിഷ്യൂ കൾച്ചർ ചെയ്ത് സെൽസ് എടുത്ത് വെക്കുക, ആ ഫ്രാക്ചർ ആയിട്ടുള്ള ചെറിയ ഫ്രാഗ്മെന്റ് അവിടെ തന്നെ ഉറപ്പിക്കാൻ നോക്കുക, അത് ചെറിയ ഗമ്മ് വെച്ചൊട്ടിക്കുക, അല്ലെങ്കിൽ ഓസ്റ്റിയോകോൺട്രൽ അലോഗ്രാഫ്റ്റ്, നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് സോഫ്റ്റ് ടിഷ്യൂ ഈ സോഫ്റ്റ് ബോൺ എടുത്ത് വെക്കുക. അങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് നമുക്കിന്ന് ഈ കാർട്ടിലേജ് പ്രൊസീജിയറായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നല്ലൊരു ശതമാനം പ്രൊസീജിയർ നമുക്ക് കീ ഹോളായിട്ടും ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് റിക്കറൻ്റ് ആയിട്ട് ആംഗിൾ സ്പ്രെയിൻ ഉണ്ടായതിന് ശേഷം നമുക്ക് പെർസിസ്റ്റൻ്റ് ആംഗിൾ പെയിൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് ഇവാലുവേറ്റ് ചെയ്യണം. ഇതുപോലെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് തിരിച്ചു കൊണ്ടുവരാനും പറ്റും. തേയ്മാനത്തിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷ നേടാനും ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എയർലി തേടുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.